ഹലോ നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യത്തെ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം. ഇവിടെ ഏറ്റവും ആദ്യമായി മനസ്സിലാക്കേണ്ടുന്ന ടേം ഇതാണ്, റൂൾ ഓഫ് തം എന്നാൽ എന്ത്? അതായത് പരമ്പരാഗതമായ രീതിയിൽ, അതായത് ട്രഡീഷണൽ മെത്തേഡിൽ മാനേജേഴ്സ് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയെ പറഞ്ഞ പേരാണ് റൂൾ ഓഫ് തം. അതായത് മാനേജേഴ്സിൻ്റെ മുൻകാല എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലോ ഇൻറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലോ ട്രഡീഷണൽ മെത്തേഡിൽ എടുത്തിരുന്ന തീരുമാനങ്ങളെ പറയുന്ന പേരാണ് റൂൾ ഓഫ് തം. അപ്പം FW ടൈലർ എന്ന് പറയുന്ന വ്യക്തിയാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ റൂൾ ഓഫ് തം എന്ന് പറഞ്ഞ ഒരു സംഭവം ഇനി വേണ്ട, എല്ലാത്തിനും ഒരു ശാസ്ത്രീയത വേണം എന്നാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്മിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടൈലർ ബിലീവ്ഡ് ദാറ്റ് ദർ വാസ് ഓൺലി വൺ ബെസ്റ്റ് മെത്തേഡ് ടു മാക്സിമൈസ് ദ എഫിഷ്യൻസി. നമ്മളുടെ കാര്യക്ഷമത കൂട്ടുന്നതിന് ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ദിസ് മെത്തേഡ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ സ്റ്റഡി ആൻഡ് അനാലിസിസ്. ആ മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരുപാട് കാലത്തെ പഠനത്തിൽ കൂടിയും നിരീക്ഷണങ്ങൾ കൂടിയാണ്. The method so developed should be substitute rule of thumb through the organization. അതായത് ഇത്തരത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മെത്തേഡ് എന്തിന് പകരമായി ഉപയോഗിക്കണം? ഈ പഴയ കാലത്തെ റൂൾ ഓഫ് തമ്പ് മെത്തേഡിന് പകരമായി ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഏറ്റവും ആദ്യമായി റൂൾ ഓഫ് തമ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പരമ്പരാഗതമായ രീതിയിൽ മാനേജേഴ്സിന്റെ മുൻകാല എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലോ ഇൻറ്റ്യൂഷൻ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലോ എടുത്തുകൊണ്ടിരുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയെ പറയുന്ന പേരാണ് റൂൾ ഓഫ് തം. പക്ഷെ ടൈലർ പറഞ്ഞിരിക്കുന്ന ഇതാണ്, നമുക്ക് ഏതെങ്കിലും ഒരു ജോലി കാര്യക്ഷമമായി ചെയ്യണമെങ്കിൽ ഒരേ ഒരു നല്ല വഴിയേ ഉണ്ടാവത്തുള്ളൂ. ആ മെത്തേഡ് ഏതാണ് എന്ന് നമ്മൾ തുടർച്ചയായ പഠനത്തിൽ കൂടിയും നിരീക്ഷണത്തിൽ കൂടിയും കണ്ടെത്തണം. എന്നിട്ട് പഴയ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന മെത്തേഡിന് പകരം നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന പുതിയ മെത്തേഡ് എന്ത് ചെയ്തിരിക്കണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. രണ്ടാമത്തേതാണ് ഹാർമോണി നോട്ട് ഡിസ്കോർഡ്. ഹാർമോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യം, ഡിസ്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നത. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാർമോണി, ഐക്യം മതി, നോട്ട് ഡിസ്കോർഡ്. നമുക്ക് എന്ത് വേണ്ട? ഭിന്നത വേണ്ട. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇറ്റ് എംഫസൈസ് ദാറ്റ് there should be a complete harmony between management and workers. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടായിരിക്കണം. ബോത്ത് ഷുഡ് റിയലൈസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. റിയലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം മനസ്സിലാക്കുക. രണ്ടുപേരും മനസ്സിലാക്കണം, രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട് എന്ന്. മാനേജ്മെന്റ് വിചാരിക്കണം വർക്കേഴ്സിന് പ്രാധാന്യമുണ്ട്, വർക്കേഴ്സ് വിചാരിക്കണം മാനേജ്മെന്റിനും പ്രാധാന്യമുണ്ട്. ടു അച്ചീവ് ദിസ് സ്റ്റേറ്റ്, അതായത് രണ്ട് വ്യക്തികൾക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് രണ്ടുപേരും മനസ്സിലാക്കണമെങ്കിൽ ടൈലർ കാൾഡ് ഫോർ കംപ്ലീറ്റ് മെന്റൽ റെവല്യൂഷൻ ഇൻ ദ പാർട്ട് ഓഫ് ബോത്ത് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് ട്രാൻസ്ഫോം ദെയർ തിങ്കിങ്. അതായത് മാനേജേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും മനസ്സിനുള്ളിൽ നല്ലൊരു മെന്റൽ റെവല്യൂഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റത്തുള്ളൂ? രണ്ട് വ്യക്തികൾക്കും തുല്യ പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കാൻ കൊണ്ട് പറ്റുകയുള്ളൂ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹാർമോണി നോട്ട് ഡിസ്കോർഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. ഹാർമോണി നോട്ട് ഡിസ്കോർഡിനെ ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം. മാനേജ്മെന്റിനും അതേപോലെ തന്നെ വർക്കേഴ്സിനും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് രണ്ട് വ്യക്തികളും ഒരു മെന്റൽ റെവല്യൂഷനിൽ കൂടി മനസ്സിലാക്കിയിരിക്കണം. അടുത്താണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. സഹകരണമാണ് വേണ്ടത്, അല്ലാതെ ഒരു വ്യക്തിയുടെ മാത്രം ഡൊമിനൻസ് അല്ല വേണ്ടത്. ഇതും തൊട്ടും പറഞ്ഞതും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. ഹാർമോണി നോട്ട് ഡിസ്കോർഡും കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസവും തമ്മിൽ പരസ്പര ബന്ധമാണുള്ളത്. നോക്കാം. There should be a complete cooperation between laborers and management instead of individualism. അതായത് ഇൻഡിവിജ്വലിസത്തിന് പകരം, ഇൻഡിവിജ്വലിസത്തിന് വെച്ചാൽ ഞാനാണ് നല്ലത് അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ആള് എന്ന് പറയുന്നതിന് പകരം ലേബേഴ്സ് തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ പരസ്പരം നല്ലൊരു ധാരണയുണ്ടായിരിക്കണം, കോപ്പറേഷൻ സഹകരണം ഉണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു ടൈലർ പറഞ്ഞിരിക്കുന്നതാണ്, there should be an almost equal division of work and responsibility between the workers and മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ ഡിവിഷൻ ഓഫ് വർക്ക്, ജോലി വീതിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ജോലിക്ക് മുകളിൽ അവർക്ക് തുല്യമായ പ്രാധാന്യവും റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വവും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ടൈലർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, there should be an almost equal division of work
എല്ലാ ആൾക്കാർക്കും മാനേജ്മെന്റിനായാലും ശരി വർക്കേഴ്സിനായാലും ശരി ജോലി ചെയ്യുന്നതിൽ തുല്യതയാണ് ഉണ്ടാവേണ്ടുന്നത്. ആൻഡ് റെസ്പോൺസിബിലിറ്റി, അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് മാത്രമല്ല റെസ്പോൺസിബിലിറ്റിയും തുല്യമായിരിക്കണം. ആരൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. വർക്കേഴ്സും മാനേജ്മെന്റ് തമ്മിൽ ജോലിക്ക് മാത്രമല്ല തുല്യത ഉണ്ടാകേണ്ടത്, പകരം ഉത്തരവാദിത്വവും തുല്യം ആയിരിക്കണം. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. അതായത് ഓരോ വ്യക്തികളെയും അയാളുടെ ഏറ്റവും മികച്ച കാര്യക്ഷമതകളിലേക്ക് ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ടു ലാർജ് എക്സ്റ്റെൻസ് ഓൺ ദ പേഴ്സണൽ കോമ്പിറ്റൻസീസ്. അതായത് ഒരു ഇൻഡസ്ട്രിയുടെ കാര്യക്ഷമത എന്ന് പറയുന്നത് അവിടുത്തെ വ്യക്തികളുടെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതാണ്. ടൈലർ വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് the concern for efficiency could be built in right from the process of employees selection. അതായത് കാര്യക്ഷമതയ്ക്കുള്ള പ്രാധാന്യം എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നിടം മുതൽ നമ്മൾ നൽകണം. അതായത് കാര്യക്ഷമത എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനുള്ള പ്രാധാന്യം, അതായത് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട കൺസേൺ എപ്പോൾ മുതൽ തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ജോലിക്കാരനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ് മുതൽ വേണം തുടങ്ങാനെ കൊണ്ട്. ടു ഇൻക്രീസ് എഫിഷ്യൻസി ദേ ഷുഡ് ബി ഗീവൻ ദ റിക്വയർഡ് ട്രെയിനിങ്. കാര്യക്ഷമത കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ എംപ്ലോയീസിന് ആവശ്യത്തിന് ട്രെയിനിങ് നൽകണം. അപ്പം ഡെവലപ്മെന്റ് ഓഫ് ഇൻറ്റു ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി എന്ന ടോപ്പിക്കിനകത്ത് ടൈലർ പറഞ്ഞിരിക്കുന്ന ഇതാണ്: വ്യക്തികളുടെ മത്സരാധിഷ്ഠിത സ്വഭാവത്തെ, പേഴ്സണൽ കോമ്പിറ്റൻസിയെ ആശ്രയിച്ചിട്ടായിരിക്കും ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ കാര്യക്ഷമത ഇരിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യത്തിന് പ്രാധാന്യം നൽകേണ്ടുന്നത് ഓരോ ജോലിക്കാരനെയും സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയർ മുതലായിരിക്കണം. അതുമാത്രമല്ല, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ ജോലിക്കാർക്ക് ആവശ്യത്തിന് ട്രെയിനിങ് നമ്മൾ നൽകുകയും ചെയ്തിരിക്കണം. അടുത്തതാണ് ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണ് എന്ന് നോക്കാം. ടൈലർ അഡ്വക്കേറ്റ് ദാറ്റ് സ്പെഷ്യലൈസേഷൻ മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഏതൊരു സ്ഥാപനത്തിനാണെങ്കിലും അതിനകത്ത് സ്പെഷ്യലൈസേഷൻ, നൈപുണ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, ഏതൊരു സ്ഥാപനത്തിനാണെങ്കിലും അവരുടേതായിട്ടുള്ളൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. He suggests functional foremanship for this purpose. അത്തരത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇനി എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് നോക്കാം. It is a form of organization which involves supervision of a worker by several specialized foremen. ഇതൊരു ഓർഗനൈസേഷന്റെ ഫോമാണ്. അവിടെ ഒരു ജോലിക്കാരനെ ഒരുപാട് ഫോർമാൻസ്, ഒരുപാട് സുപ്പീരിയേഴ്സ് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് മുകളിൽ വേറെ ഒരുപാട് സുപ്പീരിയേഴ്സിന്റെ കണ്ണുണ്ടാകണം. ടൈലർ അഡ്വക്കേറ്റ് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടേഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി ടൈലർ പറഞ്ഞിരിക്കുന്നതാണ് പ്ലാനിങ് ഫംഗ്ഷൻ വേറെ ആയിരിക്കണം, എക്സിക്യൂട്ടേഷൻ ഫംഗ്ഷൻ വേറെ ആയിരിക്കണം. ദിസ് കൺസെപ്റ്റ് വാസ് എക്സ്റ്റെൻഡഡ് ഫോർ ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ദ ഷോപ്പ് ഫ്ലോർ. ഈ ഫംഗ്ഷൻ ഒരു ലോ ലെവൽ മാനേജ്മെന്റിൽ നിന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്യണം. ഇറ്റ് ഈസ് നോൺ ആസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇതിനെ പറഞ്ഞ പേരാണ് എന്താ? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ പറ്റി ഇത്രയേ ഉള്ളൂ. അതായത് ടൈലർ പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണം, നൈപുണ്യം കൊണ്ടുവരണം. നൈപുണ്യം കൊണ്ടുവരണമെങ്കിൽ അവിടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് വെച്ചാൽ ഇത്രയും ഉള്ളൂ: ഒരു വർക്കറെ ഒരുപാട് എംപ്ലോയീസ്, ഒരുപാട് ഫോർമാൻസ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് സൂപ്പർവൈസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ മോണിറ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല ടൈലർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്: പ്ലാനിങ് ഫംഗ്ഷനും എക്സിക്യൂട്ടേഷൻ ഫംഗ്ഷനും രണ്ടായിരിക്കണം. അത് ബിസിനസിന്റെ ലോവർ ലെവൽ മാനേജ്മെന്റിൽ നിന്ന് തൊട്ട് തന്നെ ആരംഭിക്കുകയും ചെയ്തിരിക്കണം. അടുത്താണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡർഡൈസേഷൻ refers to the process of setting standard for every business activities. ബിസിനസിന്റെ ഏതൊരു പ്രവർത്തനത്തിനും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറഞ്ഞ പേരാണ് സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, ഇനി എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ആർ ദ ബെഞ്ച് മാർക്ക് which must be adhered to during production. അതായത് ഉൽപാദനം നടത്തേണ്ടുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരേണ്ടുന്ന
ഒരു ബെഞ്ച് മാർക്ക് എന്ന് വെച്ചാൽ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ്. ദെൻ സിംപ്ലിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. സിംപ്ലിഫിക്കേഷൻ എയിംസ് അറ്റ് എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്റ്റ് അനാവശ്യമായി ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാതിരുത്തുന്നതിനെ പറഞ്ഞ പേരാണ് സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, അതായത് ഒരു ഉൽപാദന സീരീസിനകത്തുണ്ടായിരിക്കുന്ന അൺനെസസറി ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷനെ ഇല്ലാതെയാക്കുന്നതിനെ പറഞ്ഞ പേരാണ് സിംപ്ലിഫിക്കേഷൻ. അതായത് പറഞ്ഞ് കുളവാക്കുക എന്ന് പറയും. ചില സമയത്ത് എനിക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഓക്കെ, അപ്പോൾ അൺനെസസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാട് കയറിപ്പോവും. അത് ഇല്ലാതാക്കുന്നതിനെ പറഞ്ഞ പേരാണ് എന്താ, സിംപ്ലിഫിക്കേഷൻ. Okay, it result in saving the cost of labor, machines, tools, inventory levels, etc. ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്, ലേബേഴ്സിനെ സേവ് ചെയ്യാം, മെഷീൻസ് സേവ് ചെയ്യാം, ടൂൾസ്, ഇൻവെന്ററി ലെവൽ തുടങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് സേവ് ചെയ്യാം. അടുത്താണ് മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി എന്താണെന്ന് നോക്കാം. The objective to method study is to find out one best way of doing the job with considering several parameters. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതൊരു ജോലി ചെയ്യാനെ കൊണ്ടും ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡ് കാണുന്നു. ആ മെത്തേഡിനെ പറ്റി പഠിക്കുകയാണ് ഇവിടെ. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് മെത്തേഡ് സ്റ്റഡി ഈസ് ടു ഫൈൻഡ് ഔട്ട് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദ ജോബ്. അതായത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനെ കൊണ്ട് പറ്റുന്ന ഏറ്റവും മികച്ച രീതി ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിനെ പറഞ്ഞ പേരാണ് മെത്തേഡ് സ്റ്റഡി. എങ്ങനെയാണ്, വിത്ത് കൺസിഡറിങ് സെവറൽ പാരാമീറ്റേഴ്സ്, ഒരുപാട് തരത്തിലുള്ള അളവുകോലുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ജോലി ചെയ്യാനെ കൊണ്ടുള്ള ഏറ്റവും മികച്ച രീതി ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനെ പറഞ്ഞ പേരാണ് മെത്തേഡ് സ്റ്റഡി. അതാണ് മോഷൻ സ്റ്റഡി. എന്താണ് മോഷൻ സ്റ്റഡി എന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് മെൻ ആൻഡ് മെഷീൻ. മെന്നിനെ പറ്റിയും മനുഷ്യനെ പറ്റിയും ആൾക്കാരെ പറ്റിയും യന്ത്രങ്ങളെ പറ്റിയുമുള്ള പഠനത്തെ പറയുന്ന പേരാണ് മോഷൻ സ്റ്റഡി. ത്രൂ ദീസ് unnecessary movements are to be eliminated so it take less time to complete the job efficiently. അപ്പം ഈ മോഷൻ സ്റ്റഡിയുടെ ഭാഗമായി മെന്നോ മെഷീനറിയോ അൺനെസസറി ആയിട്ട് മൂവ് ചെയ്യുന്നത് ഇല്ലാതാക്കുകയും അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായി ജോലി വളരെ വേഗത്തിൽ തന്നെ തീർക്കാനെ കൊണ്ടും പറ്റും. ത്രൂ ദീസ് unnecessary movements are to be eliminated. ഇതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള മൂവ്മെന്റുകൾ ഇല്ലാതാക്കുകയും സോ ഇറ്റ് ടേക്ക് ലെസ് ടൈം ടു കംപ്ലീറ്റ് ദ ജോബ് എഫിഷ്യൻ്റ്ലി. അതുകൊണ്ട് തന്നെ ഒരു ജോലി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യക്ഷമമായി ചെയ്തു തീർക്കാൻ പറ്റുകയും ചെയ്യും. സോ അതിനെപ്പറ്റി പഠിക്കുന്നതിനെ പറഞ്ഞ പേരാണ് മോഷൻ സ്റ്റഡി. അടുത്താണ് ടൈം സ്റ്റഡി. എന്താണ് സമയത്തെ പറ്റിയുള്ള സ്റ്റഡി എന്ന് നോക്കാം. ഇറ്റ് ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. അതായത് ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമിൻ ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നതിനെ പറഞ്ഞ പേരാണ് ടൈം സ്റ്റഡി. നമ്മളെ പരീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടല്ലോ, 2 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ. സോ അതിനെ പറഞ്ഞ പേരാണ് ടൈം സ്റ്റഡി. അങ്ങനെയുള്ള സമയം കണ്ടുപിടിക്കുന്നതിനെ പറഞ്ഞ പേരാണ് ടൈം സ്റ്റഡി. ടൈം മെഷറിംഗ് ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ഈച്ച് എലമെന്റ് ഓഫ് ടാസ്ക്. അതായത് ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും അത് ചെയ്യാനെ കൊണ്ടുള്ള ടൈം മെഷറിംഗ് ഡിവൈസ്, ക്ലോക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. ദിസ് സ്റ്റഡി ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയ്ഡ്, ലേബർ കോസ്റ്റ് എക്സെട്ര. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എത്രത്തോളം ജോലിക്കാരെ നമുക്ക് ആവശ്യമാണ്, അതിന് എത്രത്തോളം രൂപ ചെലവാകും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ചിലപ്പോൾ പറയത്തില്ല, ഒരു ദിവസത്തെ പണിയുണ്ട്, ഒരു ദിവസം കൊണ്ട് തീരും. അപ്പോൾ ഒരു ജോലി ചെയ്ത് തീർക്കാനെ കൊണ്ട് എത്രത്തോളം സമയം എടുക്കും എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് ടൈം സ്റ്റഡി. അടുത്താണ് ഫറ്റീഗ് സ്റ്റഡി. ഫറ്റീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണമാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഫറ്റീഗ് സ്റ്റഡി എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് സീക്സ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓർ റെസ്റ്റ് ഇന്റർവെൽ in completing a task or of rest intervals in completing a task. നോക്കാം. It seeks to determine the amount and frequency of rest interval in completing a task. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സമയം നമ്മൾ ആൾക്കാർക്ക് റെസ്റ്റ് കൊടുക്കണം, ഇന്റർവെൽ കൊടുക്കണം എന്നുള്ള കാര്യത്തെ പറ്റി പഠിക്കുന്നതാണ് ഫറ്റീഗ് സ്റ്റഡി. നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇന്റർവെൽ തരത്തില്ല. അപ്പോൾ ആ ഇന്റർവെൽ കൊടുക്കുന്നതിന് പോലും തികച്ചും ശാസ്ത്രീയതയുണ്ട്. അപ്പം എത്ര സമയം കൊണ്ട് എത്ര സമയത്തേക്ക് നമ്മൾ ഇന്റർവെല്ല് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ എത്ര സമയം ഇന്റർവെല്ല് കൊടുക്കണം, എത്ര സമയത്തെ ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ പഠിക്കുന്നതിനെയാണ് ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ നോക്കേണ്ടത് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ആണ്. എന്താണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം? ടൈലർ വാസ് സ്ട്രോങ് അഡ്വക്കേറ്റ് ഓഫ് പീസ് വേജ് സിസ്റ്റം. ടൈലർ എന്ന് പറയുന്ന ഒരു വ്യക്തി
പീസ് വേജ് സിസ്റ്റം നൽകണമെന്നാണ് പറയുന്നത്. ഈ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിനനുസരിച്ച് നമ്മൾ ശമ്പളം കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് പീസ് വേജ് സിസ്റ്റം. ഉൽപ്പാദിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ശമ്പളം കൊടുക്കുന്നതിന് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ടൈലർ എപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കനുസരിച്ച് ശമ്പളം കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഹി വാണ്ട് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യക്ഷമതമായിട്ട് പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ആരൊക്കെയാണ്, കാര്യക്ഷമത ഇല്ലാത്ത എംപ്ലോയീസ് ആരൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹി വാണ്ട് ടു റിവാർഡ് ദ എഫിഷ്യന്റ് വർക്കേഴ്സ്. അതായത് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വേണം കൂടുതൽ ശമ്പളം കൊടുക്കണ്ടേ, റിവാർഡ് കൊടുക്കണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ വെപ്പ്. സോ ഹി ഇൻട്രൊഡ്യൂസ് ഡിഫറെന്റ് റേറ്റ് ഓഫ് വേജ് പേയ്മെന്റ് ഫോർ ദോസ് ഹൂ പെർഫോംഡ് എബോവ് സ്റ്റാൻഡേർഡ് ആൻഡ് ദോസ് ഹൂ പെർഫോംഡ് ബിലോ സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ശമ്പളങ്ങളാണ് സ്റ്റാൻഡേർഡിന് മുകളിൽ ജോലി ചെയ്ത ആൾക്കാർക്കും സ്റ്റാൻഡേർഡിന് താഴെ ജോലി ചെയ്ത ആൾക്കാർക്കും ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതിപ്പം 100 യൂണിറ്റാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരാൾ 110 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സാധാരണ കൊടുക്കുന്ന ശമ്പളം പ്ലസ് അധികമായി എന്തെങ്കിലും കൊടുക്കും. എന്നാൽ ഒരാൾ 100 യൂണിറ്റ് സാധനം ഉൽപ്പാദിപ്പിച്ചപ്പോൾ 90 യൂണിറ്റ് സാധനമാണ് 100 യൂണിറ്റ് സാധനം ഉൽപ്പാദിപ്പിക്കേണ്ടതിന് പകരം 90 യൂണിറ്റ് സാധനമാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബിലോ ആവറേജ് റേറ്റ് ഓഫ് സാലറി ആയിരിക്കും എന്ത് ചെയ്യുക, നൽകുക. അപ്പം ദിസ് ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഇതിനെ പറഞ്ഞ പേരാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ശമ്പളം, കുറച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ശമ്പളം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനകത്ത് നമുക്ക് പഠിക്കാനെ കൊണ്ടുള്ളത്. ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പളിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഒരുപക്ഷെ ഈ ഏരിയയിൽ നിന്നായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയാശംസകളും. താങ്ക് യു.